ഇവിടെ അങ്ങേരില്ലല്ലോ. നടയുണ്ടല്ലോ, പോയി അന്വേഷിക്കേ. ആക്രിക്കാരൻ മായാവി അല്ലല്ലോ ബോട്ടിലിനകത്ത് ഒളിഞ്ഞിരിക്കാനായിട്ട്. അങ്ങേരെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? കഴുതേ, ഫ്ലവർ വേസ് ആണ് അന്വേഷിക്കേണ്ടത്. ബണ്ണി, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള സമയമല്ലത്. വേഗം ഫ്ലവർ വേസ് അന്വേഷിക്ക്. കഴുതേ, ഫിഷ് പാട്ട് അവന്റെ കഴുത്തിൽ ഉടക്കിയിരിക്കുകയാണ്. സംശയമുണ്ടോ? ഹലോ ബ്രദർ, എന്റെ സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു വലിയ പ്രളയമുണ്ടാകും. നീ പോലീസിന്റെ മോനല്ലേ, നീ തന്നെ അന്വേഷിക്കേ. ഞങ്ങൾക്ക് പട്ടൻ സാറിനെ കാണണം. പറഞ്ഞോ, പഠാന്റെ മോൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ പോയി അച്ഛനെ വിളിക്ക്. ഞങ്ങൾക്ക് പട്ടാൻ സാറിന്റെ മോനെയല്ല കാണേണ്ടത്, പട്ടാൻ സാറിനെയാണ് കാണേണ്ടത്. ഞാനാടാ പഠാൻ, പറ. അതെ, ഞാനാണ് പട്ടാൻ. പറഞ്ഞു കഴിഞ്ഞു, ഇനി വിളിക്ക അദ്ദേഹത്തെ. എടാ കഴുതേ, റിപ്പീറ്റ് അല്ല ചെയ്യാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് പട്ടാനെന്ന്. പഠാൻ സാറേ, നിങ്ങൾ ആഗ്രി കടയിൽ നിന്ന് ഒരു ഫ്ലവർ വേസ് വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. അതിന് അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേക്കൂ. നിങ്ങൾക്ക് എന്തിനു ഞാനത് തരണം? ഞാനത് കാബൂളിൽ കൊണ്ടുപോയി എന്റെ പ്രണയിനിക്ക് ബദാമും പിസ്തയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എടോ, അതെന്താ ഒരു കിണ്ണമാണോ? ബാദാം പിസ്തയൊക്കെ ഇട്ട് ഉരുട്ടി കഴിക്കാൻ പോ. മര്യാദക്ക് പോയി ആ വാസിങ് എടുത്തോണ്ട് വാ. എടാ കൊച്ചു തത്തേ, വരട്ടുന്നോ? പഠാനെ വരട്ടുന്നോ? നിങ്ങളെയൊക്കെ അടക്ക പൊട്ടിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ പൊട്ടിക്കും. പക്ഷെ ഇത് ഇളനീരല്ലേ, അടക്ക പൊട്ടിച്ച് കാണിക്ക്. എടാ, അങ്ങേർക്ക് ഇത് പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ അടക്ക പൊട്ടിക്കുന്നത് വലിയ കാര്യമാണോ? നിന്നെ ഞാൻ അടക്ക പോലെ പൊട്ടിച്ചു കളയില്ല. വേണ്ട, നിങ്ങൾ എന്നെ പൊട്ടിച്ച് കളഞ്ഞോളൂ. ശരി, നീ കരയുന്നത് നിർത്ത്. നിന്നെ ഞാൻ ഞെരിച്ച് പൊട്ടിച്ചേക്കും. എല്ലാരും എന്നെ തന്നെ അറിയുന്നത്. പിന്നെ നീ എന്തിനാ മുന്നോട്ട് വരുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ബാങ്ക് കൊള്ളയടിക്കില്ലല്ലോ. അതെ, നമ്മുടെ പക്കൽ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് ബാങ്ക് കൊള്ളയടിച്ചേ മതിയാകൂ. ഇല്ല ഇല്ല, ഈ ബാങ്ക് കൊള്ളയൊന്നും ഞാൻ ചെയ്യുകയില്ല. ഇങ്ങനെ സംസാരിക്കരുത്. നിന്റെ കുഞ്ഞനുജൻ എന്റെ ആൾക്കാരുടെ കയ്യിലാണ്, മറക്കണ്ട. നമ്മുടെ കിറ്റിക്ക് അനിയനും ഉണ്ടോ? നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആദ്യം നീ ബാങ്കിനകത്ത് പോകണം. അത് കഴിയുമ്പോൾ എന്റെ ആൾക്കാർ മാസ്ക് ഇട്ട് അങ്ങോട്ട് വരും. നീ മാനേജറിന്റെ തലയിൽ ഗൺ വെച്ചാൽ മാത്രം മതി. പ്ലീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ അവസാനം നിന്റെ അനുജന്റെ ജീവനായിരിക്കും. ഫൂ. നീ എന്തേ കാണിക്കുന്നേ? ഈ സാധനങ്ങളൊക്കെ ആക്രിക്കാരന് കൊടുക്കാൻ പോവാ. ആദ്യം തന്നെ ഇൻഫോം ചെയ്യാൻ പാടില്ലായിരുന്നോ? ഞാൻ ഇപ്പൊ ഉറക്കണിച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വീടില്ലാതായനെ. നീ എന്തിനാ ഈ പാത്രത്തിൽ കിടന്നുറങ്ങുന്നേ? അല്ലാതെ പിന്നെ 8 കാലി 8 സ്റ്റാർ ഹോട്ടലാണോ കിടന്നുറങ്ങുന്ന കഴുതേ? ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഓർത്ത് വെക്കാം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോ എങ്ങനെ ശബ്ദം ഉണ്ടാക്കി എന്നെ ശല്യം ചെയ്യരുതെന്ന്.
ആക്രിക്കാരന് സാധനം കൊടുക്കാൻ പോവാ. രാത്രി കൊടുക്കും മോനെ. ഏ? അതിന് രാത്രി കട തുറന്നു വെക്കില്ലല്ലോ. ശ്ശടാ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്ന ലക്ഷണമില്ലല്ലോ. ഹാ? അതെ. ഈ അലമാരുടെ മുകളിലുള്ളതും കൂടി എടുക്ക്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് ആ സോർദാർ ഇവിടെ നിന്ന് വെച്ചിട്ട് പോണാണ്ട്. ഓ, ഈ സോർദാറിന് ഇങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു ശീലമായി പോയി. പപ്പു പൻവാടി, ഞാനാണ് ഇവിടുത്തെ ഗുണ്ട. ഈ പപ്പു പൻവാടി എവിടെയാ താമസിക്കുന്നേ? എടാ പീക്കിന് പിള്ളേരെ ശ്രദ്ധിക്ക, തിരിഞ്ഞു നോക്ക്. ഞാനാണ് പപ്പു പൻവാടി, ഇവിടുത്തെ ഗുണ്ട. പപ്പു സാറേ, ഞങ്ങൾക്ക് വാസ് തിരിച്ചു കിട്ടണം. എടാ ഏത് വാസ്? എടാ എനിക്ക് ഒരൊറ്റ വാസിനെ അറിയൂ, ജമീന്ദാ വാസ്. ഇപ്പൊ അങ്ങേര് ക്രിക്കറ്റ് കളിക്കുന്നത് നിർത്തി. ഞങ്ങൾ ഞങ്ങളുടെ വാസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആ പട്ടാൻ സാറിന്റെ ഇന്ന് തട്ടിപ്പറിച്ചത്. അതൊരു ആന്റിക് വൈസ് ആണ്. അറിയാം, അതുകൊണ്ടല്ലേ തട്ടിപ്പറിച്ചത്. ഇനി ഞാൻ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും, നല്ല വിലക്ക്. എന്നിട്ട് എന്റെ ഹണിക്ക് ഒരു കാർ ഗിഫ്റ്റ് ആയി കൊടുക്കും. എനിക്ക് കാറ് വേണ്ട, ആ വേസ് തന്നാ മതി. എടാ പഴുത്ത പേരക്ക് നിനക്കാര് തരാൻ പോകുന്നു? ഹണി എന്ന് പറഞ്ഞത് എന്റെ സ്വീറ്റ് ഹാർട്ടിനെയാണ്. അങ്ങോട്ട് നോക്കടാ. പപ്പു പാൻവാടി, ഞങ്ങൾ അത് കൊണ്ടുപോയിരിക്കും. പേടിപ്പിക്കുന്നോടാ. എടാ ഞാനാണ് പപ്പു പൻവാടി, ഇവിടുത്തെ ഗുണ്ട. നീ റൗഡിയോ കേടിയോ, ഞങ്ങൾ വാസ് എടുത്തുകൊണ്ട് തന്നെ പോവും. സംശയമുണ്ടോ? അത് കൊള്ളാം. അപ്പൊ വാസ് ഹണിയുടെ കയ്യിലാണ്. അവിടെ ചെന്ന് വാങ്ങിക്കാൻ നോക്ക്. നിനക്ക് ഒരു അവസരം തരാം ഈ പപ്പു പൻവാടി. എടുക്കടാ വടി, എടുക്ക. ഇനി അടിക്കല്ലേ പണി, ദാ ചോര വരുന്നു. അത് വെറ്റ്ലൈറ്റ് ചുമന്നതാടാ. സംശയമുണ്ടോ? ആരും മടങ്ങി പോകരുത്. ഞങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരും അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്. എന്നോടല്ലടാ പറഞ്ഞത് ശബ്ദമുണ്ടാക്കരുതെന്ന്. ഞാൻ ശ്വാസമല്ലേ എടുത്തത്. ആരാടാ ഇവിടുത്തെ മാനേജറാ? കറി വെക്കണമെങ്കിൽ വേണം നല്ല ജിഞ്ചർ. എനിക്കറിയില്ല ആരാണ് ഇവിടുത്തെ മാനേജർ. അടികൈ. കണ്ണ സാറ് തന്നെയാണ് മാനേജർ. നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നോ? അല്ല ചേട്ടാ, ഞാൻ പറ്റിക്കാൻ നോക്കിയതല്ല. പേടി കാരണം അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് ചേട്ടൻ ക്ഷമിക്കണം. ഞാൻ തന്നെയാണ് ഇവിടുത്തെ മാനേജർ. ഞങ്ങളോട് അതിബുദ്ധി കാണിക്കാൻ നോക്കരുത്. 100 കണക്കിന് ബാങ്കുകൾ ഞങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളവരാണ്. അയ്യോ ചേട്ടാ, എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾ ലോക്കർ കൊള്ളയടിക്കാൻ പോവുകയാണ്. ആരും ഇവിടെ നിന്ന് അനങ്ങി പോകരുത്. അനങ്ങിയാൽ ഞാൻ തീർച്ചയായും വെടിവെക്കാം. എന്നോട് മത്സരിക്കാൻ വന്നതാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നപ്പോ അങ്ങെന്തിനാണ് നമ്മളെ ഓടിക്കുന്നത്? എന്നെ കാണാനോ? അതെ, അങ്ങ് കാട്ടിന്റെ രാജാവാണ്. ഞങ്ങൾ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ആ. എങ്കിലേ ലോകം മുഴുവനും ഈ കാട്ടിന്റെ രാജാവ് അങ്ങാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ, അല്ലേ കൂട്ടുകാരെ? ആ, ഞാൻ
റിപ്പോർട്ടർ സ്വീറ്റി ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. കൂടാതെ കയ്യിൽ ക്യാമറയുമുണ്ട്. ആ ആദ്യത്തെ ചോദ്യം. റിപ്പോർട്ടർ ഞാനാണ്, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ചോദ്യം ഞാനേ ചോദിക്കുള്ളൂ. മിസ്റ്റർ സിംഹം, നിങ്ങളാണോ ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം? സംശയമുണ്ടോ? നിങ്ങൾ ഭാര്യയെ കണ്ട് പേടിക്കാറുണ്ടോ? നോ. വൗ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് ഷോട്ട് എടുക്കാൻ പോവുകയാണ്, ലോങ് ഷോട്ടിൽ. വൗ, ഇവിടെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു, ലോങ് ഷോട്ടിൽ. ഹലോ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. അതിന് ഞാനെന്ത് വേണം? ഞങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. അമ്മ ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞങ്ങളോട് ഒരു കാര്യം പറയേ. ചെറുപ്പം മുതലേ നീ കാട്ടിൽ സന്തോഷവാനാണോ? പണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ചെറിയ കാറ്റടിച്ചാൽ പോലും ഞാൻ പറന്നു പോവായിരുന്നു. അവരൊക്കെ എന്നെ കണ്ട് ചിരിക്കുമായിരുന്നു. പിന്നീടാണ് അമ്മ എനിക്ക് ഈ ഇലയെ കുറിച്ച് പറഞ്ഞു തന്നത്. 2 മാസമായിട്ട് ഞാൻ ഈ ഇല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല ശക്തിയും ഒരുപാട് ആരോഗ്യവും കിട്ടി. നിങ്ങൾ കഴിക്കുന്ന ഈ നല്ല പച്ചില. ഞങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചോദിച്ചത്. എന്നാൽ തന്റെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു, ലോങ് ഷോട്ടിൽ. ചോക്ലേറ്റ് കൊടുത്തപ്പോൾ എന്തിനാണ് കുട്ടി കൂടെ ചെന്നത്? കിറ്റി, നീ എന്തിനാണ് ഇന്ന് ബാങ്കിലേക്ക് വന്നത്? അടികൈ. ഈ മരുന്നുകൾ അങ്ങ് വീട്ടിൽ വെച്ച് തന്നെ മറന്നുപോയി. പൂ പറിച്ചാൽ എത്രമാത്രം മണമാണ്. കിറ്റിക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ്. അടികൈ. അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുകയാണ്? ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വന്നതാണ്. ബാങ്ക് ഒരിക്കലും കൊള്ളയടിക്കരുത്. ട്രെയിൻ എപ്പോഴും പാളത്തിലൂടെ പോകുന്നു. കിറ്റി, നീ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നോ? അടികൈ. കിറ്റി, നിന്റെ കൂട്ടുകാരനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഇതിന്റെ അവസാനം വലിയ പ്രശ്നമാകും. ഇവർ എന്റെ കൂട്ടുകാരെ അല്ല. ഓക്കെ, ഞാൻ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല. അയച്ചക്കാ. ഇവിടെ എന്തായി സംഭവിക്കുന്നതാ? എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? നിന്റെ ആൾക്കാരെ ഇടിക്കുകയാണ്. നിർത്തിക്കോ, അല്ലെങ്കിൽ ഇയാളുടെ കഥ ഞാൻ കഴിച്ചിരിക്കാം. ബോർഡിൽ എഴുതണമെങ്കിൽ വേണം നല്ല ചോക്ക്. എന്തിനാ നോക്കുന്നേ? എല്ലാരും ഇടിച്ച് ചമ്മന്തിയാക്ക്. അടികൈ.
എന്റെ അമ്മച്ചേനെ തല്ലരുത്, എന്നെ വിട്ടേക്ക്. ചേഞ്ച് ചെയ്യ്. ചേഞ്ച് ചെയ്യൂ. എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ഞങ്ങൾ സഹായത്തിന് വേണ്ടി വന്നതാണ് ലോങ് ഷോട്ടിൽ. ജോലി പ്രശ്നത്തിലാണ്. ചാനൽ ഹെഡ് പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന്. ഞാനുള്ളപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. സംശയമുണ്ടോ? നമ്മൾ ഉള്ളപ്പോൾ ഓക്കേ, ജോർദാർ എന്നെ അസിസ്റ്റ് ചെയ്യും. സംശയമുണ്ടോ? എന്നാൽ പ്രോഗ്രാം ചെയ്യുന്നത് ആരായിരിക്കും? ഞാനും എന്റെ ക്യാമറ പേഴ്സൺ പിങ്കിയും ചേർന്ന് എടുക്കാൻ പോകുന്നു കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ ഇന്റർവ്യൂ. കാട്ടിലുള്ള അവരുടെ ജീവിതത്തെ കുറിച്ചാണിത്. ഓക്കേ, ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓ, നിങ്ങൾ സ്വീറ്റോടൊപ്പം ഉണ്ടാവില്ലേ ലോങ് ഷോട്ടിൽ? ഞാൻ നിങ്ങളോടൊപ്പമാണ്. ഗുഡ്. എന്റെ ക്യാമറ സ്റ്റാൻഡ് കയ്യിലെടുത്തോളൂ, നമുക്ക് പോകാം. നിങ്ങൾക്കെന്താ വട്ട് പിടിച്ചിരിക്കുകയാണോ? കാട്ടിൽ ഒരുപാട് ക്രൂര മൃഗങ്ങളുണ്ട്. ക്രൂര മൃഗങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നേയില്ലല്ലോ. നമ്മൾ നല്ല മൃഗങ്ങളുടെ അടുത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. എന്നാൽ ക്രൂരമൃഗങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാമല്ലോ. ഒന്നും സംഭവിക്കില്ല. ഞാനുണ്ടല്ലോ. സംശയമുണ്ടോ? ഞാനുമുണ്ട്, വരൂ. ആ? എന്റെ കുട്ടികളെ ഞാൻ തന്നെ പേടിപ്പിച്ചിട്ടില്ല. ആ ധൈര്യം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറ. കിട്ടിപ്പോയി സ്റ്റോറി. എക്സ്ക്യൂസ് മീ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ സമയമില്ല. എന്തുകൊണ്ടില്ല? താനിപ്പോൾ കഴിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. സംശയമുണ്ടോ? കഴിക്കുന്നത് സാധാരണ കാര്യമാണോ? കഴിച്ചോക്കെ. സുഖാണോ? ദേ ഇങ്ങോട്ട് നോക്കിയേ. ദേ ഇങ്ങോട്ട്. ആ? ഏ, ഹേ, ഹേ. ഇന്നാ പഴം. ഇനി നമുക്ക് കഴിക്കാം. ഓ ബന്നി, യു ആർ സോ ഇന്റലിജന്റ്. കണ്ടോടാ ബന്നി, ഞാൻ പഠിപ്പിച്ചത് നീ മറക്കാതെ ചെയ്തു. സംശയമുണ്ടോ? ആ, അതെ ഗുരുജി. എന്നെ മണ്ടനാക്കുവരുതല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നോക്ക്, കാട്ടുപോത്തിന്റെ മൂക്കിന്നും പുക വരുന്നുണ്ട്. നമ്മുടെ പോപ്പട്ടിനെ പോലെ കാട്ടുപോത്ത് മുളക് കഴിച്ചിട്ടുണ്ടാവും. മുളക് കഴിച്ചതല്ല, അത് ദേഷ്യത്തിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നാണ്. സംശയമുണ്ടോ? ഓടിക്കോ, ഓടിക്കോ. ഇത് നമ്മളെ വിടുമെന്ന് തോന്നുന്നില്ല ലോങ് ഷോട്ടിൽ. പിങ്കി, വേഗം ഓടിക്കോ, അല്ലെങ്കിൽ അത് ഉടൻ തന്നെ ക്ലോസപ്പിൽ എത്തിയേക്കും.
ഗുഹയിലേക്ക് കയറൂ. ഇരുട്ടില് നമ്മളെ കാണാൻ പറ്റില്ല.